ഇതുവരെ എല്ലാം പക്കായിരുന്നു. ഇവിടെ നിന്നാണ് പണി വാളിയത്. എൻ്റെ കുട്ടപ്പായുടെ കൈ വരതാ കത്തി പോണുണ്ട്. കമോൺ ഗൈസ്, നമുക്ക് ബേൺ അവേ കാർഡ് ഉണ്ടാക്കാം. ആദ്യം തന്നെ ഒരു റെക്റ്റാങ്കിൾ ഷീറ്റ് എടുത്തിട്ടുണ്ട്. കാർഡ്ബോർഡ് ഷീറ്റാണ് എടുത്തത്. അത് വൈറ്റ് പേപ്പർ വെച്ച് കവർ ചെയ്തെടുക്കുന്നുണ്ട്. രണ്ട് സൈഡും ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ല നീറ്റായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി രണ്ട് സൈഡിൽ മാത്രം ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം ബാക്കി വരുന്നതും കട്ട് ചെയ്ത് വരുമ്പോൾ പീസാക്കി കിട്ടത്തില്ലേ, അതുപോലത്തെ ചെറിയ പീസസ് എടുത്ത് ഇതുപോലൊന്ന് രണ്ട് സെറ്റാക്കി ഒന്നിൻ്റെ പുറത്ത് ഒന്നായിട്ട് വെച്ച് കൊടുക്കുക. കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് അകത്ത് വരുന്ന ആ ഷീറ്റിൽ എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യണം. കാര്യം നമ്മൾ ബേൺ ചെയ്യുമ്പം എന്തെങ്കിലും കാണണ്ടേ, അങ്ങനെ ഞാൻ എഴുതി കൊടുത്തതാണ്. ഫ്രെയിം മുകളിൽ വെച്ച് കൊടുക്കുമ്പം എൻ്റെ ഹെയിൽ ലവ് കാണ പോലും ഇല്ല. അങ്ങനെ വീണ്ടും ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്ത് റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒരു ഫ്രെയിം കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നല്ല രീതിയിൽ പശ തേച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലോണം പശ തേച്ച് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ എല്ലാം കൂടെ കത്തിപ്പോകുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഇനി നമുക്ക് ടിഷ്യൂ പേപ്പർ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്യാം. ദെൻ എക്സസ് ആയിട്ടുള്ളതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് വീണ്ടും ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഫ്രെയിമിന് ചുറ്റുമായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ റിബൺ വെച്ചൊന്ന് അലങ്കരിച്ച് കൊടുക്കുന്നുണ്ട്. ഇവനാണ് നമ്മുടെ കുട്ടപ്പായ്. ഇവനെ ഞാൻ കഷ്ടപ്പെട്ട് വരച്ചെടുത്തതാണ്. പക്ഷേ ഇവൻ്റെ കൈ കത്തിപ്പോകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഇനി നമുക്ക് സ്നേഹം വാരിക്കോരി കൊടുക്കാം. കൂടുതൽ റൊമാൻറ്റിക് ആക്കാനായിട്ട് നമുക്ക് പിൻട്രസ്റ്റിൽ കോഡ്സ് കിട്ടും, അത് വെച്ച് ചെയ്താൽ മതി. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഉള്ളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അതും നമുക്ക് എഴുതി കൊടുക്കാം. ഇനി എന്താ, ഒരു തീപ്പെട്ടി എടുക്കുക, കത്തിക്കുക, ഇതിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കുക. സെറ്റാണ് മക്കളെ, സെറ്റാണ്. തീക്കളിയാണ്, സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഇതാർക്കെങ്കിലും കൊടുക്കുന്നെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് ഒരെണ്ണം കൂടി ഉണ്ടാക്കണമെന്ന് പ്ലാൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട കേട്ടോ. ബൈ.